ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അഭിനയമാണ് ഇന്ന് കേരളം കണ്ട ഏറ്റവും വലിയ തമാശ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരത് എക്സ്പ്രസിൽ യാത്ര ചെയ്യാനെത്തിയ വീണ ജോർജിനെതിരെ KSUവിൻ്റെ പ്രതിഷേധമുണ്ടാകുന്നു. ഈ പ്രതിഷേധത്തെക്കുറിച്ചുള്ള മുഴുവൻ വീഡിയോ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ആ വീഡിയോ ദൃശ്യങ്ങൾ തന്നെ വളരെ വ്യക്തമാകുന്നു. KSUവിൻ്റെ ചില പ്രവർത്തകർ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ പല ഭാഗങ്ങളിലായി മാറി നിൽക്കുന്നു. മന്ത്രി വീണ ജോർജ് അടുത്തേക്ക് എത്തുമ്പോൾ വീണ ജോർജിന് ചുറ്റും ഏകദേശം 40ഓളം പോലീസുകാർ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ വീണ ജോർജ് എത്തുമ്പോൾ ഈ KSU പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് കരിങ്കൊടിയുമായി എത്തുന്നു. ആരോഗ്യമന്ത്രി രാജിവയ്ക്കുക, മന്ത്രി വീണ ജോർജ് രാജിവയ്ക്കുക എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവർ എത്തുന്നു. ഈ സമയം ഈ പോലീസുകാർ ഈ 2, 3, 4 വരുന്ന KSU പ്രവർത്തകരെ പിടിച്ച് പുറത്തേക്ക് മാറ്റുന്നുണ്ട്. ഈ സമയവും വീണ ജോർജിന് ചുറ്റും ഏകദേശം 20ഓളം പോലീസുകാരുണ്ട് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ മന്ത്രി വീണ ജോർജ് ആക്രോശിച്ചുകൊണ്ട് പോലീസുകാരോട് പറയുന്നു, തൻ്റെ അടുത്ത് നിൽക്കുന്ന വനിതാ SIയെ പോലും തട്ടി മാറ്റിക്കൊണ്ട് വീണ ജോർജ് പറയുന്നുണ്ട്, അവരെ വിടൂ, എനിക്ക് സംസാരിക്കണം, അവരെൻ്റെ അടുത്തേക്ക് വിടൂ എന്ന് മന്ത്രി വീണ ജോർജ് പറയുന്നുണ്ട്. ആ ഉറക്കെ സംസാരിക്കുന്ന ആ വാക്കുകൾ പോലും ആ വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതിന് പിന്നാലെ മന്ത്രി പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോഴും മന്ത്രിക്ക് ഒരു പ്രശ്നവുമില്ല. മന്ത്രി റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. ആ സമയവും ചിരിച്ചുല്ലസിച്ചുകൊണ്ടാണ് മന്ത്രി നിൽക്കുന്നത്. ആ സമയം ചില മാധ്യമങ്ങൾ മന്ത്രിയുടെ പ്രതികരണത്തിന് ശ്രമിക്കുന്നുവെങ്കിലും അടുത്തുള്ള പോലീസ് സംഘം മാധ്യമപ്രവർത്തകരെ അതിന് അനുവദിക്കുന്നില്ല. മന്ത്രി ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അതിനുശേഷം മറ്റൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് സ്പീക്കർ AN ഷംസീർ എത്തുന്ന ചില ദൃശ്യങ്ങൾ കൂടി വരുന്നു. എന്തായാലും ഇതിനൊക്കെ ശേഷമാണ് മന്ത്രി തനിക്ക് കഴുത്തിന് പരിക്കേറ്റു, കൈക്ക് പരിക്കേറ്റു, KSU പ്രവർത്തകർ തന്നെ മർദ്ദിച്ചു എന്നൊക്കെയുള്ള വാദങ്ങളുമായി രംഗത്ത് വരുന്നത്. പിന്നാലെ മന്ത്രിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിയെ കാണാനെത്തുന്നു. മുഖ്യമന്ത്രിയോട് തൻ്റെ തലയ്ക്ക് കഴുത്തിന് പരിക്കേറ്റു എന്നൊക്കെ വീണ ജോർജ് പറയുന്നു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും LDF പ്രത്യേകിച്ച് CPM ഇതിനൊരു വലിയ രാഷ്ട്രീയ ആയുധമാക്കി എടുക്കാനുള്ള നീക്കത്തിലാണ്. ആരോഗ്യമന്ത്രിയെ ശാരീരികമായി കയ്യേറ്റം ചെയ്യാൻ KSU പ്രവർത്തകർ ശ്രമിച്ചു, UDF പ്രവർത്തകർ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനി നോക്കിയിരിക്കാനാകില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അതായത് അടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ CPM രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെ ആരോഗ്യമന്ത്രിയുടെ ഈ പ്രവൃത്തിയെക്കുറിച്ച് വലിയ ആക്ഷേപമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ആരോഗ്യമന്ത്രി വലിയ അഭിനേത്രിയാണെന്നും അഭിനയത്തിനുള്ള ഓസ്കാർ പുരസ്കാരം ആരോഗ്യമന്ത്രിക്ക് വീണ ജോർജിന് നൽകണമെന്നുമാണ് കേരളത്തിലെ UDFിൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ പരിഹാസം. ആരോഗ്യ മേഖലയിൽ പെർഫോമൻസ് ഇല്ലെങ്കിലും ഒരു അഭിനേത്രി എന്ന നിലയിൽ നല്ല പെർഫോമറാണ് വീണ ജോർജ് എന്ന് K സുധാകരൻ MP പോലും പറഞ്ഞു. അങ്ങനെ UDF ആകട്ടെ ആരോഗ്യമന്ത്രിയുടെ ഈ നാടകമാണ് എന്ന് പറഞ്ഞ് ഇതിനെ പരമാവധി ആക്ഷേപിക്കാൻ ശ്രമിക്കുമ്പോൾ ഇടതുപക്ഷമാകട്ടെ പ്രത്യേകിച്ച് CPM ആകട്ടെ ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി UDFിൻ്റെ ആക്രമണങ്ങളെ നേരിടാനുള്ള ഒരു പരിചയമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. രണ്ട് മുന്നണികളെ സംബന്ധിച്ചും തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഈ സമയം ഏറ്റവും നിർണായകമാണ്. ആരോഗ്യ മേഖലയിൽ തുടർച്ചയായുണ്ടായ പാളിച്ചകളെ തുടർന്നാണ് UDF പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ പോഷക സംഘടനകളും ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ തുടർ സമരങ്ങൾക്ക് ആഹ്വാനം ചെയ്തത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആരോഗ്യമന്ത്രിക്കെതിരെ കരിങ്കടി പ്രയോഗങ്ങളും ആരോഗ്യമന്ത്രിക്കെതിരെ വഴിതടയൽ സമരങ്ങളുമൊക്കെ തന്നെ UDFും കോൺഗ്രസിൻ്റെ പോഷക സംഘടനകളും നടത്തുകയുണ്ടായി. കണ്ണൂരിൽ വിവിധയിടങ്ങളിൽ കരിങ്കൊടി പ്രകടനം നടത്തിയതിനൊപ്പം തന്നെയാണ് റെയിൽവേ സ്റ്റേഷനിലും ഇത്തരമൊരു കരിങ്കൊടി പ്രകടനവും പ്രതിഷേധവും KSU പ്രവർത്തകർ നടത്തിയത്. എന്നാൽ ആ KSU പ്രവർത്തകർ ആരും തന്നെ മന്ത്രി വീണ ജോർജിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ പോലീസുകാർ ആരോഗ്യമന്ത്രിയെ സംരക്ഷിക്കുന്നതിനിടയിൽ ചിലപ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കഴുത്തിൽ ചിലപ്പോൾ പരിക്കേറ്റിരിക്കാം എന്നുള്ളത് യാഥാർത്ഥ്യം. എന്നാൽ KSU പ്രവർത്തകർ മന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചിട്ടില്ല എന്ന് തന്നെയാണ്
യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ നേതാക്കന്മാർ വ്യക്തമാക്കി പറയുന്നത്. അവർ അതിന് തെളിവായി പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന ദൃശ്യങ്ങളാണ് തെളിവ് എന്ന് കോൺഗ്രസ് ആണയിട്ട് പറയുന്നു. ആ ദൃശ്യങ്ങളിൽ എവിടെയാണ് KSU പ്രവർത്തകർ മന്ത്രി വീണ ജോർജിൻ്റെ അടുത്തെങ്കിലും എത്തിയത്? 40ഓളം പോലീസുകാരുടെ സംരക്ഷണ വലയത്തിൽ മുന്നോട്ട് പോകുന്ന മന്ത്രിയെ എങ്ങനെ KSU പ്രവർത്തകർക്ക് തൊടാനാകും? ഈ പോലീസുകാരെയൊക്കെ ഇടിച്ചു മാറ്റിക്കൊണ്ടെങ്കിൽ വലിച്ചു മാറ്റിക്കൊണ്ട് മന്ത്രിയുടെ അടുത്തെത്താൻ സൂപ്പർമാൻമാരാണോ KSU പ്രവർത്തകർ? ഈ ചോദ്യമാണ് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും നേതാക്കന്മാർ ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും അത് സത്യമാണ്. അതേസമയം ഇടതുപക്ഷമാകട്ടെ പറയുന്നത് മന്ത്രിക്ക് പരിക്കേറ്റിട്ടുണ്ട്. മന്ത്രിക്ക് പരിക്കേറ്റത് KSUവിൻ്റെ പ്രതിഷേധത്തിനിടയിലാണ്. KSU പ്രവർത്തകർ മന്ത്രിയെ ശാരീരികമായി ആക്രമിച്ചു, മന്ത്രിയുടെ കൈക്ക് പരിക്കേറ്റു, മന്ത്രിയുടെ കഴുത്തിന് പരിക്കേറ്റു എന്ന തരത്തിൽ അവർ കൃത്യമായി തന്നെ അവരുടെ ന്യായീകരണം പറയുന്നു. അതിന് പിന്നാലെ മുഖ്യമന്ത്രി എത്തിക്കാണുന്നു. ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമാക്കി ഇടതുപക്ഷവും CPM മാറ്റുന്നു. മന്ത്രിയെ ആക്രമിച്ചതിലുള്ള പ്രതിഷേധം സംസ്ഥാനം മുഴുവൻ കത്തിപ്പടരാനുള്ള ആഹ്വാനം CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ നൽകുകയും ചെയ്യുന്നു. അതിനിടയിൽ ചില പുതിയ തെളിവുകളുമായി കോൺഗ്രസിൻ്റെ സൈബർ സംഘങ്ങൾ എത്തുന്നു. അതായത് 2-3 ദിവസം മുൻപ് കൈരളി ചാനലിൽ സംസാരിക്കുമ്പോൾ മന്ത്രിയുടെ കയ്യിൽ ചെറിയൊരു മുറിവുണ്ടായിരുന്നു. ആ മുറിവ് തന്നെയാണ് ഇന്ന് മന്ത്രി പറയുന്ന മുറിവ് എന്ന തരത്തിലുള്ള ചില തെളിവുകളുമായിട്ടാണ് കോൺഗ്രസിൻ്റെ സൈബർ സംഘങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും സൈബർ ഇടങ്ങളിൽ വലിയ അടിയോടടി പൊരിഞ്ഞ അടിയാണ് ഈ മന്ത്രിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. മന്ത്രിക്കെതിരെ വലിയ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളുമാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഉന്നയിക്കുന്നത്. അതായത് മന്ത്രി കളവ് പറയുന്നു, മന്ത്രി അഭിനയിക്കുന്നു, മന്ത്രി വെറുതെ തനിക്ക് പരിക്കു പറ്റി എന്നുള്ള നുണ പറയുന്നു, നുണ പ്രചരിപ്പിക്കുന്നു. അതിലൂടെ സഹതാപം നേടിയെടുക്കാൻ നിലവിലുള്ള ആരോഗ്യ മേഖലയിലെ പരിതാപകരമായ അവസ്ഥയിൽ നിന്ന്, നിലവിലുള്ള ഈ വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള ചില നീക്കങ്ങളാണ് ആരോഗ്യമന്ത്രി നടത്തുന്നത് എന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ ആരോപിക്കുന്നത്. അതേസമയം ആരോഗ്യമന്ത്രിക്കെതിരെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും KSUവും നിരന്തരമായി നടത്തി വന്ന സമരങ്ങളെ ചെറുക്കാനുള്ള ഒരു ആയുധമാക്കി ഇന്നത്തെ സംഭവത്തെ CPM ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി ആരോഗ്യമന്ത്രിയെ സംരക്ഷിക്കുന്നത് പോലീസ് ആയിരിക്കില്ല, ഇനി ആരോഗ്യമന്ത്രിയെ സംരക്ഷിക്കുന്നത് DYFIയും SFIയും ആയിരിക്കുമെന്ന് ഇടതു നേതാക്കൾ പറയുന്നു, CPM നേതാക്കൾ പറയുന്നു. അങ്ങനെയെങ്കിൽ ഒരു കാലത്ത് കേരളത്തിൽ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് കണ്ട വലിയ സംഘർഷങ്ങളുടെ തുടർച്ചയായിരിക്കാം ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും. എന്തായാലും വരും ദിവസങ്ങളിൽ ആരോഗ്യമന്ത്രിയെ സംരക്ഷിക്കാനെത്തുന്ന DYFI SFI പ്രവർത്തകരും ആരോഗ്യമന്ത്രിയെ കൂടി കാണിക്കാനെത്തുന്ന KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ തെരുവിൽ വലിയ സംഘർഷമുണ്ടാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഇപ്പോൾ ഇതാ വലിയൊരു തെരഞ്ഞെടുപ്പ് വിഷയമായി ആരോഗ്യമന്ത്രിയെ ആക്രമിച്ച സംഭവം മാറ്റിയെടുക്കാൻ CPMഉം LDF സർക്കാരും ശ്രമിക്കുന്നുണ്ട്. അതിന് പരമാവധി ബൂസ്റ്റിംഗ് നൽകാൻ ഇടതു സൈബർ ഇടങ്ങളും ശ്രമിക്കുന്നുണ്ട്. അതേ നാണയത്തിൽ ഇത് കളവാണെന്നും അഭിനയമാണെന്നും പറഞ്ഞുകൊണ്ട് അതിനെ ആക്ഷേപിക്കാനും അതിൻ്റെ യാഥാർത്ഥ്യത്തെ പൊളിച്ചെടുക്കാനുമുള്ള ശ്രമം കോൺഗ്രസിൻ്റെ സൈബർ സംഘവും ചെയ്യുന്നുണ്ട്.